What we will do is we will read the first 10 verses. First verse I will read, alternate ആയിട്ട് നമുക്ക് വായിക്കാം. And it's a very familiar portion. Praise the Lord. എല്ലാവരും എടുത്തല്ലോ? Psalms 51. Okay. അല്ല മിൻചേച്ചി വേഴ്സ് 1 വായിച്ചു, ഞങ്ങളെല്ലാം 2, 3 അങ്ങനെ വായിക്കാം. വായിച്ചു. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. Wash me thoroughly from mine iniquity and cleanse me from my sin. എന്റെ ലംഘനങ്ങളെ അറിയുന്നു, എന്റെ പാപം എപ്പോഴും എന്റെ മുൻപിലിരിക്കുന്നു. പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈസോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. Make me to hear joy and gladness, that the bones which thou hast broken may rejoice. 9 and 10 ചേർന്ന് വായിക്കാം. Hide thy face from my sins and blot out all mine iniquity. Create in me a clean heart, O God, and renew right spirit within me. ഈ സങ്കീർത്തനം നമുക്കെല്ലാം വളരെ പരിചയമുള്ള സങ്കീർത്തനം, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. 1 മുതൽ 10 വരെ ഇറ്റ് ഇസ് ദ റിക്വസ്റ്റ് ഓഫ് ഡേവിഡ് ടു റിസ്റ്റോർ ഹിം. എന്താണ്? 1 മുതൽ 10 വരെ ദൈവമേ നീ എന്നെ ഒന്ന് റിസ്റ്റോർ ചെയ്യണം. ദാറ്റ്സ് ദ പ്രേയർ 1 to 10. 11 തൊട്ട് 19 വരെ റിസ്റ്റോർ ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും, റിസ്റ്റോർ ചെയ്യുവാണെങ്കിൽ വാട്ട് വിൽ ചേഞ്ച് എന്നുള്ളതാണ് സെക്കൻഡ് പോർഷൻ. നമ്മൾ ആ ഫസ്റ്റ് പോർഷൻ മാത്രമാണ് പഠിക്കുന്നത്. 1 വർഷത്തോളം അങ്ങനെ വേദപുസ്തക പഠിതാക്കന്മാർ പറയുന്നത് ദാവീദ് പാപം 51-ാം സങ്കീർത്തനത്തിൽ ഏറ്റു പറയുന്നത് പോലെ പറയാതെ ഒരു കൊലപാതകവും ഒരു വ്യഭിചാരവും ചെയ്തിട്ട് he continued an adultery and a murder, രണ്ടും ചെയ്തു. Man after God's own heart. അത് ചെയ്തിട്ട് ഏകദേശം 1 വർഷം he continued. ആ സമയത്തുണ്ടായിരുന്ന സങ്കീർത്തനങ്ങൾ പറയുന്നുണ്ട്, ഇറ്റ് വാസ് ലൈക്ക് ഫയർ ഇൻ മൈ ബോൺ. എന്നാൽ യഥാർത്ഥ മാനസാന്തരം അല്ലെങ്കിൽ യഥാർത്ഥമായിട്ട് കമ്മിങ് ബാക്ക് ഇസ് Psalms 51 നമുക്കറിയാം. ഇതിൽ നിന്ന് 4 lessons I wanted to. There are 4 lessons. First lesson, where everything changed. എല്ലാത്തിന്റെ തുടക്കം. Verse 3. For I acknowledge. എന്താ വാക്ക് പറഞ്ഞേ? Acknowledge. Acknowledge ചെയ്യുന്നതാണ് എല്ലാ റീസ്റ്റാർട്ടിന്റെ തുടക്കം. നമ്മൾ മുടിയനായപുത്രന്റെ കഥ പഠിക്കുമ്പോഴല്ല, ഹി കെയിം ടു സെൻസസ്. അന്നേരം ഏറ്റവും വലിയൊരു അത്ഭുതം എന്തോന്നാ, ഒരു മനുഷ്യനെ അക്നോളജ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാ. അല്ലെങ്കിൽ I'm going to give a word, so I'm going to give 4 key words which I'll ask you later. Realize how bad of a sinner I am. അവിടെ പറയുന്നത് I acknowledge my transgressions and my sins are ever before me. ഒന്നെന്തുവാണ്? Acknowledging that I'm a sinner എന്ന് പറഞ്ഞ എല്ലാരും കൂടെ. അത് ഒരു മനുഷ്യന് തന്നെത്താൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തത്. അതാണ് അത്ഭുതം. അതാണ് അത്ഭുതം. നാഥാൻ പറഞ്ഞപ്പോൾ അത് ഈ മനുഷ്യൻ നീയാണെന്ന് പറയുമ്പോൾ കുറ്റബോധം ഉണ്ടായി ഹൃദയം തകരുന്നത് അത്ഭുതം. ഞാൻ പറഞ്ഞു മനസ്സിലായി? അനേകം പേരോട് പറയുന്ന ആൾക്കാർക്കൊന്നും ഒന്നും ഉണ്ടാകുന്നില്ല, ഹൃദയത്തിന് തകർച്ച ഉണ്ടാകുന്നില്ല. ആ ഹൃദയത്തിന് തകർച്ചയും സുബോധം ഉണ്ടാകുന്നതാ അത്ഭുതം. സോ റിയലൈസേഷൻ ഇസ് എ മിറക്കിൾ. 2, 4 നാലാം വാക്യം. Against thee only I have sinned. രണ്ടാമത്തെ കാര്യം, ഞാൻ മനുഷ്യനോടല്ല പാപം ചെയ്തത്, അതിലുപരിയായിട്ട് ആരോടാ പാപം ചെയ്തത്? ദൈവത്തോടാണ് പാപം ചെയ്തത്. അന്നേരമാണ് ശരിക്കുള്ള തകർച്ച ഉണ്ടാകുന്നത്. മനുഷ്യനോട് പാപം ചെയ്തെന്ന് മനസ്സിലായാൽ എന്നാ പറ്റുന്നറിയാം? ഞാൻ 1 കൊടുത്തു, അവൻ എനിക്ക് 2 തന്നു. അല്ലെ ഞാൻ 2 കൊടുത്തപ്പോ ആ മനുഷ്യൻ എനിക്ക് 1 തന്നു. അന്നേരം തകർച്ച ഉണ്ടാകത്തില്ല. എന്നാൽ when you realize that you sin against God, എന്ന് പറഞ്ഞ് you sinned against whom? Against God. I sinned against God. നമ്മൾ കള്ളം പറയുമ്പോൾ ആരോടാ പറയുന്നത്? ദൈവത്തോടാ.
ഞാൻ ഒരാളോട് ദേഷ്യപ്പെടുമ്പോൾ against whom I'm sinning? Against God. എന്നാൽ രണ്ടാമത്തെ കീവേഡ്, you need to realize your relationship is lost. ദാവീദിന് മനസ്സിലായിരുന്നു ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. അതാണ് സങ്കടം. അവിടെ ബത്ശേബയല്ല വിഷയം, അവിടെ രാജ്യമല്ല, രാജ്യസ്ഥാനമല്ല വിഷയം. പിന്നെന്തെന്നാ, എനിക്ക് ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. അന്നേരം ഒന്നെന്തോ, റിയലൈസ് that I am a sinner എന്ന് പറഞ്ഞ് റിയലൈസ് that I am a sinner. രണ്ട്, റിലേഷൻഷിപ്പ് ഇസ് ലോസ്റ്റ്. എന്തോ പറ്റിയിരിക്കുന്നത്? റിലേഷൻഷിപ്പ് ഇസ് ലോസ്റ്റ്. ആറാം വാക്യം, behold thou desireth truth in the inward parts. മലയാളത്തിൽ എങ്ങനെ? അന്തർഭാഗത്തിലെ സത്യമല്ലോ ഇച്ഛിക്കുന്നത്. അന്നേരം എപ്പോഴാണ് സുബോധം ഉണ്ടാകുന്നതെന്നറിയോ? എപ്പോഴാണ് സുബോധം ഉണ്ടാകുന്നതെന്നറിയോ? വെൻ യു അണ്ടർസ്റ്റാൻഡ് ദ റിക്വയർമെന്റ് ഓഫ് ഗോഡ്. ദൈവത്തിന് ഒരു റിക്വയർമെന്റ് ഉണ്ട്. എന്തുകൊണ്ട്? ദൈവത്തിന് എന്തുകൊണ്ട്? ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് നമ്മളെ കുറിച്ച്. ദൈവത്തിന് എന്തുകൊണ്ട്? ഒരു പ്രതീക്ഷയുണ്ട്. അല്ലെങ്കിൽ ഒരു എന്താ റൈറ്റ് വാക്ക് എന്താ മലയാളത്തില്? ദൈവത്തിന് ദൈവമക്കള് ഇങ്ങനെ ആയിരിക്കണം എന്നൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആണ് ദൈവം എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ദാവീദിന് എന്ത് മനസ്സിലായി? റിക്വയർമെന്റ് മനസ്സിലായി. ആരുടെ റിക്വയർമെന്റ് മനസ്സിലായി? അതാ തകർന്നു പോയത്. ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് മനസ്സിലായപ്പോ ദാവീദ് തകർന്നു പോയി. 10ാം വാക്യം, ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ. ദാവീദിന് ഒരു കാര്യം കൂടെ അറിയായിരുന്നു, റെസ്റ്റോറേഷൻ, റീബൂട്ട്, റിന്യൂവൽ. എന്നെ കൊണ്ട് പറ്റത്തില്ല, ആർക്കേ പറ്റത്തുള്ളൂ? സോ യു ക്യാൻ കം ബാക്ക്, യു ക്യാൻ ഡിസൈഡ് ടു കം ബാക്ക്. നമുക്കൊക്കെ എന്ത് ചെയ്യാം? തിരിച്ചു വരണം, എനിക്ക് പുതിയ ഹൃദയം തരണം, ഇന്നോട്ട് ഞാൻ അങ്ങനെ ചെയ്യത്തില്ല എന്നൊക്കെ നമുക്ക് 100 തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. പക്ഷെങ്കിൽ ആർക്ക് മാത്രമേ അത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ? ദാവീദിന് വേണേ പറയത്തില്ല, ദൈവമേ നീ ഒന്ന് എന്നോട് ക്ഷമിച്ചാ ഞാൻ ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യത്തില്ലെന്ന് ദാവീദിന് പറയത്തില്ലായിരുന്നോ? പക്ഷെ ദാവീദ് എന്താ പറഞ്ഞേ? ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട്. 4 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈസിയാ. റിയലൈസ്, റിലേഷൻഷിപ്പ്, റിക്വയർമെന്റ്, റീബൂട്ട്. ഇതൊക്കെ ഒന്ന് അക്നോളജ്. അത് നമുക്ക് മനസ്സും കൊണ്ട് നോക്കിയ ഒരു പരിധിയുള്ളൂ, ഹൃദയത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. 2, എന്തോ സംഭവിച്ചത്? ഞാൻ പാപം ചെയ്യുമ്പോൾ എന്തോ സംഭവിക്കുന്നത്? ദ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ഇസ് ലോസ്റ്റ്. അടുത്തത് ദാവീദിന് എന്ത് മനസ്സിലായി? കർത്താവിന് എന്തോ ഉണ്ട്? ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. കർത്താവിന് എന്തോ ഉണ്ട്? ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആർക്കേ എന്നെ നന്നാക്കാൻ പറ്റത്തുള്ളൂ? ദൈവത്തിന് മാത്രം. 4 കാര്യങ്ങൾ. ഈ 4 കാര്യത്തിൽ I just want to tell 4 quick examples in next 5 minutes. Realize 1. 2, റിലേഷൻഷിപ്പ് ബ്രോക്കൺ ആയി. 3, you realize the requirement of God. 4, you know only renewing, restoration, reboot. ഇതെല്ലാം ആർക്കേ പറ്റത്തുള്ളൂ? ദൈവത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. ഓക്കെ, ഞാൻ 2-3 എക്സാമ്പിൾസ് ഫ്രം ദ ബൈബിൾ ഐ വിൽ ക്വിക്ക്ലി ടെൽ. ലേവ്യ പുസ്തകം വായിക്കേണ്ട 9ാം അധ്യായം, അതിന്റെ 22ാം വാക്യത്തിൽ ഒരു വലിയൊരു അത്ഭുതം നടക്കുന്നുണ്ട്. എടുത്തിട്ടുണ്ടെങ്കിൽ വായിച്ചു. 9ാം അധ്യായത്തിന്റെ 22ാമത്തെ വാക്യത്തില് അന്നേരം യാഗവസ്തുവിന്റെ മേളിൽ യാഗസാധനം കൊണ്ട് വെച്ചപ്പോൾ എന്തോ ചെയ്തു? അത് കത്തിക്കേണ്ടത് എങ്ങനെയാണെന്നറിയാം? അതെങ്ങനെ കത്തിക്കേണ്ടത്? എങ്ങനെയാണ് യാഗവസ്തു കത്തിക്കേണ്ടത്? ഓൾട്ടറിൽ നിന്ന് തീ എടുത്ത് കത്തിക്കണം. എന്ത് ചെയ്യണം? ഓൾട്ടറിൽ നിന്ന് തീ എടുത്ത് കത്തിക്കണം. പക്ഷെ അന്ന് അഹ്റോൻ എടുത്ത് വെച്ചു. എന്തോ സംഭവിച്ചെന്നറിയാം? വായിച്ചേ. ഞാൻ പറഞ്ഞു ബേൺഡ് ഓഫറിങ്ങും എല്ലാ ഓഫറിങ് എടുത്ത് വെച്ചു. ഇനി അനുഗ്രഹിച്ചിട്ട് എന്തോ ചെയ്യണം? ഓൾട്ടറിൽ നിന്ന് എടുത്ത് എന്തോ ചെയ്യണം? തീ കത്തിക്കണം. പക്ഷെ അനുഗ്രഹിച്ച കൂട്ടത്തിൽ നിന്ന് ഓൾട്ടറിൽ നിന്ന് തീ എടുക്കേണ്ട വന്നില്ല. എവിടുന്ന് തീ ഇറങ്ങി? ദൈവസന്നിധിയിൽ നിന്ന് തീ ഇറങ്ങി. ദൈവസന്നിധിയിൽ തീ ഇറങ്ങിയപ്പോൾ
രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അവിടെ ആരാധന ചെയ്യേണ്ടത് അഹ്റോന്റെ പിള്ളേരാ. അവിടെ പിള്ളേർ നോക്കി, ഞങ്ങൾ ഇനി സാധനം എടുത്ത് വെക്കുമ്പോ എവിടുന്നാ തീ എടുക്കേണ്ടത്? എവിടുന്നാ തീ എടുക്കണ്ടേ? ഓൾട്ടറിന്ന് തീ എടുക്കും. അന്നേരം ആൾക്കാർ നോക്കുമ്പോ എന്തോ ഓർക്കും, പപ്പായും പപ്പായുടെ ബ്രദറും നിന്നപ്പോ ഓൾട്ടറിന്ന് തീ എടുക്കേണ്ട വന്നില്ല, സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി. നമ്മൾ കൊച്ചു പുള്ളികളായി പോകത്തില്ല. ഉടനെ എന്തോ ചെയ്തു? ഇല്ല, കത്തിച്ചില്ല. ഒരു ഇൻസെൻസ് ഇച്ചിരി ഇട്ടു. ഒരിക്കലും യാഗവസ്തുവിന്റെ മുകളിൽ ഇൻസെൻസ് ഇടാൻ പറ്റത്തില്ല. ഇൻസെൻസ് എന്ന് പറഞ്ഞാൽ നമ്മള് എന്താ പറയണ്ടേ, തന്നെത്താൻ കത്തും. കുന്തിരിക്കം പോലുള്ള സാധനം ഇട്ടാൽ എന്തോ ചെയ്യും? അവിടെ പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് അധ്യായത്തിന്റെ തുടക്കത്തിൽ ഇങ്ങനെ ദേ പുട്ട് അതിന് അത്ഭുത വർഗവും ഉണ്ട്. അങ്ങനെ യഹോവ നമ്മളോട് കൽപ്പിച്ചു, അല്ലാത്ത അന്യാഗ്നി യഹോവയുടെ സന്നിധിയിൽ കൊടുത്തു. അന്യ അഗ്നി എന്ന് പറയുന്നത് ഓൾട്ടറി നല്ലാതെ തീ കത്തിക്കാൻ പാടില്ല. ഇവരെന്തോ ചെയ്തു? ഒരല്പം ഇൻസെൻസും കൂടെ ഇട്ടുകൊടുത്തു. എന്തിനാ ഇട്ടത്? ഇവരാരുടെയും മൂട്ടിച്ചോ? ഇവരാരെങ്കിലും തല്ലിയോ? ഇവരെന്തെങ്കിലും കള്ളത്തരം കാണിച്ചോ? ഇവരെന്തിനാ ഇൻസെൻസ് ഇട്ടത്? ആളാകുന്നതിനെക്കാട്ടി കൂടുതൽ അഹ്റോനാകാൻ പഠിച്ചെന്ന് പറയുന്നില്ലേ കറക്റ്റ്? ആത്മീയ ജീവിതത്തിൽ മറ്റുള്ളവരുടെ സുവിശേഷവും ശുശ്രൂഷയും കണ്ടിട്ട് അതുപോലെ ആകണമെന്ന് ചിന്തിക്കുന്നത് നമ്മൾ നാച്ചുറൽ. വി ഷുഡ് ബി വെരി കെയർഫുൾ. ഇവര് വേറെ ഒരു തെറ്റും ഇവരെന്തെങ്കിലും ചെയ്തോ? ഇവര് മനുഷ്യനോട് എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ദൈവത്തോട്. ഡോണ്ട് ഡു എനിത്തിങ് ടു പ്രിറ്റൻഡ് ടു ഷോ ദി അപ്രൂവൽ ഓഫ് ഗോഡ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? നമ്മള് വളരെ കെയർലെസ് ആയിട്ട് പറയുന്ന ചില കാര്യങ്ങളാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുമ്പോൾ കർത്താവ് എന്നോട് സംസാരിച്ചു, കർത്താവ് എന്നോട് ഇത് ചെയ്യാൻ പറഞ്ഞു, കർത്താവ് ഇത് ചെയ്യാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെ നടന്നു. ബി വെരി കെയർഫുൾ. ഞാനെന്നൊരു വാക്ക് ഷുഡ് നോട്ട് ഹാപ്പൻ. ഞാൻ ചെയ്യുമ്പോൾ അന്നേരം അന്ന് ശരിക്കും പറഞ്ഞ ആ സാക്രിഫൈസ് ആർക്കായിരുന്നു? ആ സാക്രിഫൈസ്? അല്ല, അന്ന് മക്കള് ചെയ്തത് എന്തിനാന്നറിയാം? കാണുന്നവർക്ക് വേണ്ടിയായിരുന്നു അന്ന് സാക്രിഫൈസ്, ദൈവത്തിന് വേണ്ടിയല്ല. സോ ബി വെരി കെയർഫുൾ വെൻ യു ഡു. അക്നോളജിങ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. ഇത് പുതിയ നിയമത്തിലും അങ്ങനെ തന്നെ. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തില് അവസാനത്തെ 2 വാക്യത്തിൽ ഒരു അത്ഭുതം നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു അത്ഭുതം. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം. ബർന്നബാസ് ഒരു കാര്യം ചെയ്യാം. മറുപേർ വിളിച്ച ഉപ്പോസ്കാരനായ ജോസഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം ചുറ്റി പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോസ്തലപ്രവൃത്തി വായിക്കുവാണെങ്കിൽ നമുക്കൊരു കാര്യം വ്യക്തമായിട്ട് അറിയാം. ഒന്നും വിൽക്കണമെന്നൊരു നിർബന്ധം ഇല്ലായിരുന്നു. ഒന്നും വിൽക്കണമെന്നൊരു നിർബന്ധം ഇല്ലായിരുന്നു. എന്നാൽ ബർന്നബാസ് അങ്ങനെ ചെയ്തു. ബർന്നബാസ് അങ്ങനെ ചെയ്തു. എത്രയോ പേര് ചെയ്തു. കാരണം അവരെല്ലാം വിറ്റെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തിനാ ഈ ബർന്നബാസിന്റെ മാത്രം എടുത്തു പറയാൻ കാരണം? എന്തോ പ്രത്യേകതയുണ്ടായിരുന്നു. ഒരുപക്ഷെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അറിയായിരിക്കും. ചിലപ്പോൾ ബർന്നബാസിന് ഒത്തിരി സമ്പത്ത് കാണുമായിരിക്കും. ഒന്നും അറിയത്തില്ല. എന്താണെങ്കിലും എന്തുകൊണ്ട് പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. സംസാരിക്കാൻ തുടങ്ങി? ബർന്നബാസ് കൊടുത്തതിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഉടൻ അനന്യാസും സഫീറയും ചെയ്ത തെറ്റെന്തോ? അടുത്ത വാക്യം എന്തോ ചെയ്ത്? അവരെന്തെങ്കിലും വിൽക്കാൻ ആരെങ്കിലും പറഞ്ഞു? ഇല്ല. വിറ്റ് ദൈവത്തിന് കൊടുക്കുന്ന കാര്യം എത്ര നല്ല കാര്യം ഇല്ലേ? വിറ്റിട്ട് ദൈവത്തിന് കൊടുക്കുന്ന എത്ര വലിയ നല്ല കാര്യം. അവര് കൊടുത്തപ്പോൾ എന്തോ സംഭവിച്ചെന്നറിയാം? കുറച്ച് മാറ്റി വെച്ചു, കൊടുത്തപ്പോ എന്തോ പറ്റി? മരിച്ചുപോയി. കാരണം തന്നെ കള്ളം പറഞ്ഞു. സഫീറ പറഞ്ഞെന്ന് പറയുന്നത് ചിലപ്പോൾ ശരിയായിരിക്കും. കാരണം ഇത്രയത്തിനാണോ പത്രോസ് വിറ്റെന്ന് ചോദിച്ചപ്പോ സഫീറ പറഞ്ഞു ഇത്രയത്തിനാന്ന് പറഞ്ഞു. സഫീറ അനന്യാസ് കള്ളം പറഞ്ഞതായിട്ട് പറയുന്നില്ല. ഹൃദയത്തിൽ നിരൂപിച്ചു. കാണുന്നവർ ഓർക്കണം ഇത് മൊത്തം കൊടുത്തത്. അതായിരുന്നു കുഴപ്പം. കാണുന്നവർ ഓർക്കണം. എന്തോ ഓർക്കണം? ഇത് മൊത്തം കൊടുത്തു. റിമെമ്പർ വൺ തിങ്, when our ministry, when our anything that you do for God, if it is for people, we will never acknowledge it. നമ്മൾ ചെയ്യുന്നത്, നമുക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം. നമ്മൾ ഇനി കൈ പൊക്കി നിൽക്കുന്നത് പോലും
ആൾക്കാർ കാണുമ്പോൾ കൈപൊക്കി എത്ര ഭക്തനായി നിൽക്കുന്നു. പിശാച് വളരെ he can fool all of us. Make sure that ഞാൻ എപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, if nobody was in the room, will I worship the same way? ചെയ്യോ? ചെയ്യത്തില്ലെങ്കിൽ എല്ലാവരുടെ മുമ്പിൽ വെച്ച് അങ്ങനെ ചെയ്യാതിരിക്കും. ഞാൻ സംസാരിക്കുന്ന രീതി, ഇപ്പൊ ഇവിടെ നിന്ന് സംസാരിക്കുന്ന ഒരു രീതി, ഇനിയിപ്പോ ആരും ഇല്ലാതെ സംസാരിക്കുമ്പോൾ വേറെ ഒരു രീതി. Just make sure that ഒന്നല്ല, you see examples so many in the Bible where people did it for other people. ഷൗലിനോട് പറഞ്ഞു, 2 എക്സാമ്പിളും കൂടെ ക്വിക്ക്. I think my time is over. Let me stop it over here. ഷൗലിന് എങ്ങനെ വീണുപോയെ? ഷൗലിനെ ആരാ തിരഞ്ഞെടുത്തത്? ദൈവമാ തിരഞ്ഞെടുത്തത്. ശമൂവേൽ പറഞ്ഞു, നിന്നെ തള്ളിക്കളഞ്ഞെന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞു, ആൾക്കാരുടെ മുമ്പിൽ ഒരു അല്പം മാന്യതയ്ക്ക് നീ ഇവിടെ നിന്ന് എന്റെ കൂടെ നിന്ന് ആരാധിക്കണം. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് പീപ്പിൾ. ഹിസ് സർവീസ്, ഹിസ് മിനിസ്ട്രി, എവറിത്തിങ് വാസ് അബൌട്ട് പീപ്പിൾ. സിമിയോൺ എന്ത് പറ്റിയേ? അപ്പോസ്തലപ്രവൃത്തി 8:9-24. ആ മനുഷ്യൻ ആരുടെ എന്തെങ്കിലും കളിപ്പിച്ചു? ഇല്ല. എന്ത് പൈസ കൊടുത്തു? എന്തു ചോദിച്ചത്? എനിക്ക് 2 ഏക്കർ ഭൂമി വേണമെന്നാണ് പറഞ്ഞത്. അല്ല, പിന്നെ എന്ത് പറഞ്ഞു? ഈ പവറിന് എന്നാ കുഴപ്പം ചേച്ചി? അല്ലെങ്കിൽ എന്തൊക്കെ വാട്ട് ഇസ് പ്രോബ്ലം? എന്തിനാ എനിക്ക് ഈ പവർ? ഞാൻ മറ്റുള്ളവരെ കൈവെക്കുമ്പോ അവർക്കും അഭിഷേകം പ്രാപിക്കണം. അന്നേരം കാണുന്നത് നല്ല കാര്യമല്ലേ? പക്ഷെങ്കിൽ എന്റെ ആഗ്രഹം എന്താണ്? നമുക്ക് അങ്ങനെ മിനിസ്റ്റർ ചെയ്യാൻ പറ്റും. നമ്മൾ അറിയാം. Be very careful. You should be very. Now let's come back to Psalms 51. 59 സങ്കീർത്തനത്തിൽ ഒറ്റയൊരിടത്തെങ്കിലും എന്റെ രാജ്യം പോകലെന്ന് ദാവീദ് പറഞ്ഞു. എന്റെ വീട്ടിൽ 4 മരണം ഉണ്ടാകുന്ന നെയ്തൻ കറക്റ്റിന് പറഞ്ഞു. നെയ്തൻ പറഞ്ഞു, എന്റെ വീട്ടിൽ മരണം ഉണ്ടാകില്ലെന്ന് പ്രാർത്ഥിച്ചോ? ഇല്ല. എന്റെ കർത്താവെ, എനിക്ക് തന്നിരിക്കുന്ന ദേശമോ കുടുംബമോ എന്റെ വീട്ടുകാരോ എന്റെ ഭവനമോ എന്റെ കിങ്ഡമോ എന്റെ പാലസോ ഇതെല്ലാം കണ്ടവര് കൊണ്ടുവന്ന് പറഞ്ഞു. എന്റെ വൈഫ്സിനെ ഉൾപ്പെടെ there will be people who will actually do these things. പറയാൻ പറ്റത്തില്ല. in public that you will see. ഒറ്റ കാര്യം മാറ്റണം ദാവീദ് പറഞ്ഞു. ഒന്നുമില്ലെങ്കിൽ എന്റെ കർത്താവെ, I want your spirit and inward I want purity. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. ഇതാണ് ട്രൂ ചേഞ്ച്. ഇനി ആ പറഞ്ഞ വാക്യങ്ങളൊന്ന് ഓർത്തത്. Acknowledging, realize that you are a sinner. കർത്താവേ, in public and in private I want to live the same Christian life. ഞാൻ നാട്ടുകാരോടല്ല പാപം ചെയ്തു. I've sinned against you. എന്റെ റിലേഷൻഷിപ്പ് പോയത്, എന്റെ സ്റ്റാൻഡേർഡ് മനുഷ്യരല്ല. The requirement of God is inward purity. Inward purity. അതെനിക്ക് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റത്തില്ല. Create in me. എല്ലാരും എന്ന് പറഞ്ഞേ, create in me. I want a new start. I sincerely want a new start. എല്ലാരും പ്രാർത്ഥിക്കും. I really want to have a new start, Lord. എനിക്കൊരു പുതിയൊരു തുടക്കം വേണം. I want a reboot. I want a restart in me. Create in me a new heart. Psalms 51:10. ഈ ഒരാഴ്ച meditate on that. Create, Lord, I cannot do that. Only you can do that. Create a clean heart and renew. ആക്സ് 2 മുമ്പേ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന. ആക്സ് 2 ശേഷമാണ് പറയാൻ, കർത്താവേ, renew and fill me with your Holy Spirit. The third person in Trinity will indwell in me forever and ever. Thank you, Lord. In Jesus' name we pray. Amen. കുഞ്ഞുങ്ങള് സാക്ഷ്യം പറയുന്ന സമയം. After that we'll have quick exhortations. 1 Thessalonians 5:16-18. Rejoice always, pray continuously, give thanks in all circumstances, for this is God's will for you in Jesus Christ. To them gave he have become the sons of God, even to them that believe on his name. John 1:12. Amen. Zoomil കുഞ്ഞുങ്ങള്. Psalms 8:1. O Lord, our God, how excelled your name in
all the earth. Who has set your glory above the heaven? Thanks to the Lord. TV recording is still going on. For it